ഹലോ ഗൈസ്, എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബൃന്ദ എന്നൊരു സീരീസ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. നമ്മുടെ തൃഷ അഭിനയിച്ച ഒരു ക്രൈം ത്രില്ലർ തന്നെയാണ്. ഇതിന് 8 എപ്പിസോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്, ഈ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ അതിൻ്റെ മലയാളമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തടുത്ത പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ടെലിഗ്രാം വേണമെന്നുണ്ടെങ്കിലും താഴത്ത് കമൻറ്റായി രേഖപ്പെടുത്തുക, നമ്മളിലേക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും വൈകുന്നില്ല, ഡയറക്റ്റ് വീട്ടിലോട്ട് അടക്കാം. ഗംഗാവരം ഫോറസ്റ്റ് 1996. സച്ചി എൻ്റെ അനിയത്തി ഉണ്ടോ എൻ്റെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നേയില്ല. ഭക്ഷണവും ഇല്ല. അടുപ്പ് കത്തിക്കാന്ന് വെച്ചാൽ എല്ലാ കാലം നനഞ്ഞു കിടക്കുക. എന്തിനാണ് ഭർത്താവ്? നാളെ ഞാൻ എല്ലാവരും മരിക്കാൻ പോകാൻ പോകുന്നു സ്വാമി. എന്തെങ്കിലും വഴി കാണിച്ച് ഞങ്ങളെ രക്ഷിക്കണം. അമ്മയുടെ കോപം മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം സ്വാമി? നിങ്ങളോട് അമ്മ പേര് ചോദിക്കുകയാണ്. ഇതിന് പരിഹാരമായി അമ്മയ്ക്ക് ഒരു പെൺകുട്ടിയെ ബലിയർപ്പിക്കേണ്ടതുണ്ട്. പെൺകുട്ടിയെ ബലിയർപ്പിക്കണം. നീയല്ല, നിന്റെ മകൾ. ചെറിയ കുട്ടി. സ്വാമി, അവിടെ കൊച്ചുടക്കിയ സ്വാമി. സ്വാമി, ഒന്നും ചെയ്യരുത്. ചേച്ചി, നിങ്ങളിലൊന്നും പറ ചേച്ചി. അവളൊന്നും ചെയ്യരുത് പറ ചേച്ചി. സ്വാമി, ഞാൻ കാല് പിടിച്ച് യാചിക്കോ. എന്റെ മകളെ ബലി കൊടുക്കാതെ. സ്വാമി, അങ്ങനെ എന്നെ ബലി കൊടുത്ത സ്വാമി. ചേട്ടാ
എന്നിട്ട് അവിടെ അന്ധവിശ്വാസമൊക്കെ. ഈ ദൈവം എന്ന് പറയുന്നത് സത്യത്തിൽ ഉള്ളതാണോ അമ്മേ? ഇങ്ങനെ ബലി കൊടുത്താൽ ദൈവത്തിന് തൃപ്തിയാകുന്നുണ്ടോ? ചിന്നിയെ സത്യമായിട്ട് അവർ കൊല്ലുമോ അമ്മേ? ചിന്നിക്കൊന്നും പറ്റില്ല മോനെ. നിനക്കും ചിന്നിക്കും ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. വാ, മോൻ കിടന്നോ. രാത്രി കടന്ന് ഒളിച്ചോടുണ്ടോ ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ. ഗ്രാമവാസികൾ വലിയ പുറകെ തന്നെ ഉണ്ട്. വഴിതെറ്റിട്ടോ. കുട്ടി വഴിതെറ്റി. ബൃന്ദ. ഓ, ആ കുട്ടീനെ ഇപ്പോൾ വേറൊരാള് വളർത്തണ്ടിട്ടോ. അതാണ് നമ്മുടെ നായിക തൃഷ. ചെറുപ്പത്തിലെ കുട്ടികളാട്ടോ. ചുക്കിയോ? എത്ര നേരമായിട്ട് നിന്നെ വിളിച്ചോണ്ടിരിക്കും? ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കും. പുറത്തെല്ലാവരോടും ഫ്രീഡം വേണമെന്ന് പറഞ്ഞു തന്നിട്ട് വീട്ടിൽ എന്നെ കൺട്രോൾ ചെയ്യാണല്ലോ. എന്നെ ഉപദേശിക്കാൻ നിൽക്കാണ്ടേ കഴിക്കാൻ നോക്ക്.
ബ്രദാ, നീ വന്ന് കഴിക്കാനിരുന്നേ. ഓ അനിയത്തി ഒരു വളർത്ത മോള്, ഇത് രണ്ടാമത്തെ മോള്. ഓ പുള്ളിക്ക് ഇഷ്ടമല്ല തോന്നുന്നു കേട്ടോ. ഏയ്, ഭക്ഷണം ബാക്കി വെക്കോളാം. ഒന്ന് കഴിച്ചേ. ഞാൻ എത്ര കഴിക്കണമെന്ന് അമ്മയാണ് തീരുമാനം. ഈ ചുട്ടി ഒന്ന് നിൽക്കും. നീ കഴിക്കേ. ഓ, ഇത് പരസ്പരം നല്ലതിലല്ല. അനിയത്തിയും ചേച്ചിയും വളർത്ത മകളായതുകൊണ്ട് അവൾക്ക് ചെറിയൊരു ഇതുണ്ട്. എനിക്ക് വേണ്ട. ഇത് തൊടാനല്ലേ പറഞ്ഞേ. അമ്മയ്ക്ക് എന്താ ഭ്രാന്താണ്? എത്ര തവണ പറയണം എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന്. അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, അതിലെന്താ ഇത്ര തെറ്റുള്ളത്? ഓ ചെക്കന്മാരൊക്കെ ആയിട്ടാ കൂട്ട്. എന്താ സാറേ, എന്റെ മാമൻ സഹകരണ സംഘത്തിലാണെന്നറിയില്ലേ? അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിക്കില്ല സാർ. ഇത് എന്ത് പോലീസ് സ്റ്റേഷനാണ്? ഇവിടെ വരുന്നവർക്ക് ഒരു കോഫി പോലും കൊടുക്കുന്നില്ല സാർ. 9034 മാലിന്യക്കാർ അന്വേഷിച്ചത് അതെന്തായി? സാറേ ഒന്നും കിട്ടിയല്ലോ സാറേ. ആ ശേതാമോന്റെ കൊച്ചിന്റെ കേസായിട്ട് കുറച്ച് ബിസി. വേണമെങ്കിൽ ആ കേസ് കൂടെ ചെയ്ത് നോക്കാം കേട്ടോ സാർ. അത് ആ കേസ് നോക്കിയോ? അതിന് ഈ കേസ് വിടുകയായിരുന്നു. നാളെ സാറിന് ഫോൺ വിളിച്ചാൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ ഞാൻ പറയാം. ശരി, കറക്റ്റ് സമയത്താണ് രക്ഷപ്പെട്ടേ. 15 വർഷം കഴിഞ്ഞാൽ തല്ലുപൊളി വണ്ടിക്ക് വേണ്ടിയിട്ട് ഒരാഴ്ച തന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. വിറ്റാ പോലെ 5 പൈസ ഇടാൻ പോകത്തില്ലേ? അതെ, നമുക്ക് പോയി ചായ കുടിക്കും. വേണ്ട വേണം. ഓ നമ്മള് പോലീസാ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. റെസ്പോൺസ് ഒന്നും ഇല്ല കേട്ടോ. നല്ല കാര്യം മാഡം. അവിടെ തിരിച്ച് വിഷയില്ലെന്ന് അറിയില്ലേ? അവർക്ക് എന്താ അറിയാവുന്നത്? ദിവസവും വരും, കമ്പ്യൂട്ടർ എന്തെങ്കിലും ചെയ്യും, തിരിച്ചു പോകും. അവർക്ക് നമ്മളോടൊക്കെ സംസാരിച്ചെന്താ? കഴിഞ്ഞ ആഴ്ച സെക്യൂരിറ്റികളെ കഴിച്ചിട്ട് ഒന്നാമത്തെ ട്രാഫിക് ജാം ഉണ്ടാക്കി വെച്ചാ. ഈ പണി അറിയാവുന്നവരാണ് ഇങ്ങോട്ട് വരാൻ. എക്സാം എഴുതിയ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. സാറിനെ അല്ല പറഞ്ഞത്, 8 വർഷമായിട്ട് ഒരേ വർഷത്തിനല്ലേ. സാർ അങ്ങനെയല്ല. എസ് ഐ ആണ് കേട്ടോ. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ രജിസ്റ്റർ ഒളിപ്പിച്ചു വരുന്നു. ഒളിപ്പിച്ചാണ്. ആരോടും അങ്ങനെ മിണ്ടില്ല കേട്ടോ. നമസ്കാരം സാർ. എസ് ഐ സാറേ, സാർ ഒന്ന് അകത്തേക്ക് വാ. പറയേ. ഒരുപാട് മുടക്കമായി. അതൊന്നും പോയി അടച്ചാലോ? വീട്ടിലെ കിട്ടിയല്ലേ, അവരെ പറഞ്ഞാ പോരെ. ഇപ്പൊ ചിട്ടിക്കാശില്ല, നിങ്ങളെ കാണാൻ. അത് ആദ്യമൊക്കെ പറഞ്ഞാ പോരെ. രാത്രി വരുമ്പോ തരാന്നേ. 5 മണിക്ക് മുമ്പ് അടയ്ക്കേണ്ടതാ. ഞാൻ കോൺസ്റ്റബിൾ രമണനെ അയക്കാം. പോരെ. ബൈ. ഇങ്ങനത്തെ അഫയർ ഒക്കെ ഉണ്ടായ ഭയങ്കര ടോർച്ചറിയാ. അതൊക്കെ പോട്ടെ, ഈ സ്റ്റേഷനിൽ എന്തൊക്കെയാ നടക്കുന്നത്? സാർ, കോർപ്പറേറ്റ് കമ്മീഷൻ ആളുണ്ടായിരുന്നോ? മതി മതി, ഒരു കാര്യം ചെയ്യും. എല്ലാ അപ്ഡേറ്റ്സും ടൈപ്പ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കും. ഞാനത് ACPക്ക് അങ്ങനെ തന്നെ ഫോർവേഡ് ചെയ്തേക്കാം.
പിന്നെ നീ പറഞ്ഞ് ഞാനത് ടൈപ്പ് ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യം ഇതിനടുത്ത് തല വയ്ക്കുന്നത്. അതൊക്കെ പോട്ടെ, സ്റ്റേഷനിൽ പുതിയ എസ് ഐ എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും കേസുണ്ടോ എന്ന് ചോദിച്ചു സാർ. കേസോ? അവൾക്കോ? ക്രിമിനൽസിനെ കണ്ടാൽ തന്നെ അവൾ ഓടി രക്ഷപ്പെടും. എന്തെങ്കിലും പറ്റിയ അയ്യോ എന്ന് പറഞ്ഞിരുന്ന കാര്യം. ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളെ എൻകറേജ് ചെയ്യാൻ പാടില്ല. നമ്മളെ പോലെ ക്രിമിനൽസിനെ പരിചരിക്കുന്നവർക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റും. എന്തായാലും കറക്റ്റ് അല്ലേ? എന്താ പറ്റിയേ? സാർ ട്രിപ്പ് ആയതാണെന്ന് തോന്നുന്നു. ചിനു, എടോ ചിനു, സാർ ഇലക്ട്രീഷ്യനെ വിളിക്കേ. ശരി സാർ, ഞാൻ വിളിക്കാം. നിങ്ങളുടെ അച്ഛന്റെ പേര് കുത്തിയിട്ട് ഉമ്മയോ? ഇങ്ങോട്ട് വാ. ഇത് കളക്ഷൻ എത്രയുണ്ട്? അധികമൊന്നുമില്ല സാർ, 2000 രൂപയുണ്ട്. പാവം, നിനക്ക് 3 പിള്ളേർക്ക് ചെലവ് കൊടുക്കണമല്ലോ അല്ലേ? അതെ സാർ. എടുത്ത് ഇലക്ട്രീഷ്യൻ ഇതുവരെ ആരും വിളിച്ചില്ലേ? മൊത്തം ഞാൻ നോക്കി. അവളെ നേരാക്കി. ഇത് ബോഡി എന്താ കേട്ടോ, ചാക്കിലെന്താ കിട്ടിയത്? ബോഡി ഒടിച്ചോണ്ടിരിക്കാം. നീ കണ്ടത് വളരെ അടുത്തുനിന്നാണോ? അല്ല സാർ, ഞാൻ കുറച്ച് ദൂരെ ഇരുന്നാ നോക്കി. ശരി, നീ ബോഡി എടുത്തോളൂ. ഇല്ല സാർ. സാർ, നീ സാർ പോയി ഒരു ചായ കുടിച്ചിട്ടോ? എന്തായി? ഡ്രെയിനേജിലൂടെ എലിയും തിരിച്ചറിയാല. ദേഹം മുഴുവൻ കടിച്ചിട്ടുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. ബോഡി ലാബിൽ കൊണ്ടുപോയി 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട്. അത് കഴിഞ്ഞ് മോട്ടേഷൻ സൈക്കിളായി ഒരു ഹാഫ് ഡേ എടുക്കും. സൂയിസൈഡ് അറ്റംപ്റ്റാ? എവിടെയോ കിടന്ന ബോഡി കൊണ്ട് ഒഴുകി വന്നതാ. എത്ര കണ്ടേക്കുന്നു. ഇത് നോക്ക്, ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ? നിന്റെ ഡൗട്ട് എല്ലാം റിപ്പോർട്ടിൽ എഴുതിയാ? പിന്നെ എനിക്ക് തലവേദന. കേസ് ക്ലോസ് ചെയ്യാൻ ഈ നോക്കുക കേട്ടോ. അവസ്ഥയിൽ എങ്ങനെയാണ് മനുഷ്യന്മാർ ചായ കുടിക്കുന്നത്? ഞാൻ ലോഡ്ജിലേക്ക് പോവാം. കാര്യം ഫോർമാലിറ്റീസ് എല്ലാം തീർത്തിട്ട് പോവാം. ഓക്കെ സാർ. സാർ, ഒന്ന് നിൽക്കുക. അവിടേക്ക് പോകാൻ അലൗഡ് അല്ല. ഇറ്റ്സ് എ ക്രൈം സീൻ. Yes, sir. സാർ, ഏ? പറഞ്ഞത് കേട്ടില്ലേ? എന്താ? തിരിച്ചു പോണം. പ്ലീസ്. വണക്കം. മര്യാദ തന്നാ സാധാരണ ക്രിമിനൽസാണ് ഇവിടെ കൂടിയിരുന്നത്. എന്ത് പറ്റി? ടയർ നീങ്ങുന്നില്ലേ? അതൊന്ന് തിരിച്ചു നോക്ക്. എത്ര തവണ നോക്കി നടക്കുന്നില്ല. നല്ല സ്ട്രെച്ചർ ആവുന്നോന്നിരിക്കുന്നത്. ആ, അതാ ഞാൻ പറഞ്ഞേ. അതുകൊള്ളാം. സൂസൈഡ് ആണ് ഇതിന്റെ മേലുദ്ദേശം പറഞ്ഞത് കേട്ടോ. ആ ക്രൗഡിനെ പോയത് കൺട്രോൾ ചെയ്യും. വേണമെങ്കിൽ പോകുന്നത് നടന്നു പോട്ടെ സാർ. സാറേ, കാലത്ത് വഴക്കേട്ടതിന്റെ വിഷമത്തിൽ സാറിന് വണ്ടിക്കിட்ட പോകണം. നമുക്ക് ഇതിന് ആവശ്യമുണ്ട് സാറേ. അപ്പോൾ നടന്നു തന്നെ പോട്ടെ. വേണം, ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ഒരുമിച്ച് പോകാം. ഒരു ചായ കുടിച്ചാലോ? ചേട്ടാ, ഒരു ചായ. താങ്ക് യു. ആ ഡെഡ് ബോഡി കണ്ടിരുന്നത് എവിടെ ചെന്നാലും ഇവിടെ വന്നേ അറിയുന്നു. അതൊക്കെ പോട്ടെ സാറേ, ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പറഞ്ഞ് എന്തിനാണോ ഈ കനാലിൽ ചാടിച്ചത്? ആത്മഹത്യ സഹിക്കാനും വേണം. അത് സൂയിസൈഡ് അല്ല, മർഡർ. മർഡർ? ബോഡിയിൽ ബ്ലഡ് മാർക്സ് ഉണ്ട്.
കത്തി വെച്ച് നേരം മുഴുവനും കുത്തിയിട്ടുണ്ട്. ആരോ കൊല ചെയ്തിട്ട് ബോഡി ചാക്കിനുള്ളിലാക്കി കല്ലിൽ കെട്ടിയിട്ട് അവിടേക്ക് തള്ളിയതായിരിക്കും. എന്താ വേണ്ടത്? മാണ്ടത് മണ്ണാങ്കട്ടൊക്കെ ചുമ്മാ പാട്ട് പറയില്ലേ. വേണ്ടത് ആദ്യമായിട്ടാണ് കൂടി അടുത്ത് കാണുന്നത്. ഞാനിങ്ങനെ കാണുന്നത് ഫസ്റ്റ് ടൈം അല്ല. എന്റെ അച്ഛനും ഇങ്ങനെ തന്നെയാണ് മരിച്ചത്. പഴയതൊക്കെ ഓർമ്മ വരും. വളർത്തച്ഛ മുറിച്ചറി. ഞാനെന്തിനാ വരുന്നത്? നീ വന്ന പോയാലോ സർ? ഫോറൻസിനെ ചൊല്ലി സ്റ്റേഷനിൽ എടുത്തിട്ട് ഇതുപോലെ ഒരുത്തൻ വഴി തർപ്പനാവും. ഒരു ഗ്യാപ്പ് കിട്ടി അപ്പൊ ക്ലാസ് എടുക്കാൻ തോന്നും. സർ ഇതിനാണ് സർ. നിങ്ങളാണോ സ്റ്റേഷനിൽ സർ? എന്താ എന്നെ കിടാക്കാൻ തോന്നല്ലേ? ഇനി വാ. നടക്കണോ? സർ എന്താ സാറേ മിസ്റ്റർ തന്നെയാണോ? ഞാൻ പറഞ്ഞില്ലേ ഇനി എലിയും പെരിച്ചാടിയെല്ലാം കളിച്ച് തട്ടാണെന്ന് പറയാളെ നോക്കിയോ. ബ്രൂട്ടൽ മർഡർ. തലയിൽ എന്തൊരു കട്ടിയുള്ള ആയുധം കൊണ്ട് അടിച്ചുകൊണ്ട് സ്കൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൂടാതെ പുറകിലെ നട്ടിലിന്റെ ഭാഗത്ത് കത്തിയോട് കുത്തിയിരുന്നു. അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്തും 16 തവണ കുത്തിയിരുന്നു. ഒരു പ്രാവശ്യം കുത്തിയാൽ തന്നെ നെഞ്ചി പിളർന്നു. ഇതിപ്പോ 16 പ്രാവശ്യം കുത്തിയത്. കില്ലർ കുത്തിയ ഫോഴ്സിൽ ഫ്രണ്ടൽ റിബ്കേജ് ഒടിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല വിക്ടിമിന്റെ പിന്നിലേറ്റിരിക്കുന്ന കത്തിക്കുത്തിനും ആർട്ടിനേറ്റിരിക്കുന്ന കത്തിക്കുത്തിനും തമ്മിൽ ഏകദേശം 22 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ഈ ബ്ലീഡഡ് വെരി ബാഡ്. മരിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് വരെ ഇയാളൊന്നും കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല. നല്ല വേദന അനുഭവിച്ചു. മരിച്ചതിന് ശേഷം ഇയാളുടെ ബോഡി ചാക്കിലാക്കി അതിൽ കല്ല് കെട്ടി താഴ്ത്തിയിരുന്നു. നായിക പറഞ്ഞ ഈ ചാക്കിൽ കടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാവാം ബോഡി പുറത്തു വന്നു. ആൻഡ് there's a fight here. And also അതെന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആകുന്നു. സംതിങ് വെരി പെക്ലിയർ. ബട്ട് എനിവേ ഇതാണ് നിങ്ങളുടെ റിപ്പോർട്ട്. ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ പറയാറുണ്ട്. മിഡിൽ ഏജ്, ഒരു 35-36 ആണ്. മരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച. ഈ ഡീറ്റെയിൽസ് വെച്ച് എങ്ങനെ പിടിക്കാണ്? അതെന്റെ പ്രോബ്ലം. സാറേ ഒരു മാസം എത്ര പേരെ കാണാതെ പോയിട്ടുണ്ടോ? സാർ ഈ പഴയ കേസൊക്കെ പരീക്ഷിച്ചിട്ട് എന്താ കാര്യം? നമ്മുടെ പണി നിരസിക്കും. നോക്ക്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. ആരും മർഡർ ചെയ്ത് അവിടെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരു വർഷം മുന്നത്തെ മിസ്സിംഗ് കേസൊക്കെ നോക്കുക. അവിടെ എല്ലാവരും ഉണ്ട്. നിങ്ങളൊന്ന് ജോയിൻ ചെയ്തു. അവളുടെ മിണ്ടാൻ തുടങ്ങിട്ടോ. അവളെ ആരും ഇങ്ങനെ കമ്പനി ആക്കാത്ത. സാന്തി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? അവളെ കേസിനെ കുറിച്ച് ഫുൾ പഠിക്കാനാണ് എന്താ.
കേട്ടോ. സാരഥി എവിടെ? എന്താ? നമ്മളെല്ലാ ബിസിനസ് കേസ് ഫയൽസും നോക്കേണ്ട ആവശ്യമില്ല. ഈ റെയിൽവേസിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെയോ കോൾ മൈൻസിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെയോ പറ്റി എന്തെങ്കിലും മിസ്സിംഗ് കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇത് നോക്ക് സാരഥി. റിപ്പോർട്ട്സ് പ്രകാരം ബോഡി ഇരുന്ന ചാക്കിൽ കോൾ, ഗ്രാനൈറ്റ്, ഫീസസ്, സാക്കസസ് എന്നിവ ഉണ്ടായതായി കാണിക്കുന്നു. അതുകൂടാതെ കാലിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉള്ളതായും റിപ്പോർട്ടിലുണ്ട്. ഇത്തരം മുറിവുകൾ കോൾ മൈൻസിലും റെയിൽവേസിലും ജോലി ചെയ്യുന്നവരിലാണ് സാധാരണയായി കാണാറുള്ളത്. സാരഥി, ഇതൊന്ന് നോക്കാം. നമ്മൾ കേസിനെ കുറിച്ച് എല്ലാം പഠിച്ചു കിട്ടും. സാരഥി, ദേ ഇത്. നമ്മൾ സാരഥിയോട് കുറച്ച് കമ്പനിയായി. ജോൺസൺ, ടോട്ടൽ 32 പേര്. ഇവരുടെ ഫാമിലികളൊക്കെ നാളെ മോൺസ്റ്ററിലേക്ക് വരാൻ പറഞ്ഞു. നമ്മൾ ഇതിലായിരിക്കുമായിരിക്കും. നിങ്ങളുടെ മകന്റെ പേര്? തോമസ്. ഇല്ല. അലീസ്. വാ, എന്നോട് വാ. തിരിച്ചറിഞ്ഞു കേട്ടോ. മാഡം, തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങളുടെ ഭർത്താവ് തന്നെയാണോ? എന്റെ ഭർത്താവ് തന്നെയാ മേഡം. അവൻ ജനിച്ചപ്പോ തന്നെ അവരുടെ കാലിങ്ങനെയായിരുന്നു. ഞാനിതെങ്ങനെ സഹിക്കും? 1 മാസത്തിന് മുന്നേ പോയത് ഇതുവരെ തിരിച്ചു വന്നിട്ടേ ഇല്ല. ഇവിടെ കാണാൻ ഒരു ദിവസം പോലും ചേട്ടൻ ഇരിക്കാറില്ല. നിങ്ങളോട് ആർക്കെങ്കിലും പകയോ ദേഷ്യമോ? ഞങ്ങള് പാവപ്പെട്ടവരാ സാറേ. ഞങ്ങളോട് ആർക്ക് എന്ത് പക തോന്നാനാ? സാധി, ജോൺസൺ, നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം. എന്ത് ചെയ്യാനാ സാധി? ചിലരുടെയൊക്കെ ജീവിതം എങ്ങനെയാ? എങ്ങനെയൊക്കെയാണെങ്കിലും നന്നായിട്ട് സോൾവ് ചെയ്തു. താങ്ക്സ്. എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? അപ്പൊ കേസ് ക്ലോസ് ചെയ്തു. സാർ, ആ, എന്താ? കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു സാറേ. ആ? ഞാൻ നിന്റെ ജോലി കുറയ്ക്കാൻ നോക്കുമ്പോ നീ എന്താ ഇതുമാതിരിയൊക്കെ സംസാരിക്കുന്നത്? 10 ദിവസമായി മരിച്ചിട്ട്. ലീഡ്സ് ഇല്ല, DNA ഇല്ല, എവിഡൻസ് പോലും ഇല്ല. എന്ത് ചെയ്യുന്ന? മരിച്ചവന്റെ ഭാര്യയ്ക്ക് ആരെയും സംശയമില്ലെന്ന് പറയുന്നു. പിന്നെന്താ? സാർ, ആ കേസ് ഈ കേസ് ഓപ്പൺ ചെയ്ത് സ്റ്റേഷന്റെ മാനകളുടെ കാര്യമുണ്ടോ? 2 ബിയറൊക്കെ അടിച്ച് വീട്ടിൽ പോയി മര്യാദയ്ക്കാണ് നോക്കുക. എന്ത് പറയുന്നു? കേസ് ക്ലോസ് ചെയ്യാൻ പറയാം കേട്ടോ. വെങ്കടേ, പണിയെടുക്കാൻ. ശരി സാർ. നായികനെ വിടില്ല കേട്ടോ. ആ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോകായിരിക്കും. അവൾ കേസിന് പുറകെ നടക്കുകയാണ് കേട്ടോ. ജീപ്പൊക്കെ എടുത്തു. ബോഡി കിട്ടിയാടെ പോയി ചെക്ക് ചെയ്യണം കേട്ടോ. ഇപ്പൊ എവിടുന്നായിരിക്കും വന്നത്? ശ്രീകുട്ട.
എന്തൊക്കെയോ ലീഡ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊരു പക്ഷിൻ്റെ തൂവല്. ഓ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണം ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട്. കാത്താറസിനോ ഏതൊരു പക്ഷി വരുന്നുണ്ട് കേട്ടോ. റയറേ രണ്ട് ബുക്സ് ഒരുപോലെ എവിടെയാ? ഈ പക്ഷിനെ വെച്ചിട്ട് കൊത്തിപ്പിച്ചാണ്ടോ ഹൃദയത്തിൽ. ഇതാണ് നമ്മുടെ വില്ലൻ കേട്ടോ, സൈക്കോ വില്ലൻ. ഞാൻ അതിനകത്തൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ പോകണം കേട്ടോ. നീ എന്താ ഇതൊന്നും ഇറങ്ങിയില്ലേ? ഇപ്പോഴും കണ്ടുപിടിച്ചിരിക്കുവാണോ? ആരോടോ സംസാരിക്കണ്ട കേട്ടോ. ആരാ ഞാൻ അറിയില്ല. നിന്നോട് പോയപ്പോഴും വരാൻ വൈകുമെന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ ദിവസം ഉറങ്ങാതിരുന്നാ നിനക്ക് തന്നെയാ പ്രശ്നം. ഇങ്ങനെയാണെങ്കിൽ നീ ഒത്തിരി നാള് ജീവിക്കില്ല, പെട്ടെന്ന് ചത്തു പോകും. രാജി കേൾക്കുന്നുണ്ടോ? രാജി രാജി ആരാണോ? രാജി ഓ ആ പക്ഷി. നിനക്ക് തന്നെയാ. ഇതെന്താന്ന് അറിയാമോ നിനക്ക്? ദാ. ദാ, തിന്ന്. ദേ. നന്നായിട്ട് വിശക്കുന്നുണ്ടോ? ഇതിലൊരു പാവയുണ്ട് കേട്ടോ. ആ ചെറുപ്പത്തിൽ നമ്മുടെ നായകൻ്റെ ചേട്ടനുണ്ടല്ലോ, അത് റെഡിയാക്കിയ ആ പാവ പുള്ളി ചേട്ടനാണോ എന്നറിയില്ല കേട്ടോ. ജിനി, അതാ നിലാവ് നോക്ക്. അതാ അവിടെ. ചേട്ടനാണോ ഡൗട്ടുണ്ട്. ഇതൊക്കെ 4 വഴിക്കായല്ലോ ചെറുപ്പത്തിൻ്റെ. അപ്പോൾ ബൃന്ദ എന്ന സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഇതിൽ നമ്മുടെ നായകൻ്റെ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട്. അവൻ്റെ ഗ്രാമത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നായകന് ബലി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ രക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ രക്ഷിക്കലിൽ നമ്മുടെ കുട്ടി വേറെ വഴിക്ക്, ചേട്ടൻ വേറെ വഴിക്ക്, അമ്മ വേറെ വഴിക്കൊക്കെ ആവുന്നുണ്ട്. പിന്നെ അവർക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. നമ്മുടെ നായിക വളർന്നു വലുതായി. നായകന് ഒരു അച്ഛൻ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നായകൻ നമ്മുടെ പോലീസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പോകുന്നു. അവിടെ പിന്നെ ഒരു ബോഡി കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നടന്നത് കൊലപാതകമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ കേസ് ക്ലോസ് ചെയ്യാൻ മേലുദ്യോഗസ്ഥൻ പറഞ്ഞെങ്കിലും നമ്മുടെ നായികയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു പക്ഷിൻ്റെ തോലും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുശേഷമാണ് നമ്മുടെ വില്ലനായ സൈക്കോൻ്റെ ഇൻട്രോ.
അപ്പോൾ ആ സൈക്കോ ആ പക്ഷിക്കും കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നു. അതിനുശേഷം ചെറുപ്പത്തിൽ നായികയ്ക്ക് വേണ്ടി ചേട്ടൻ കൊടുത്ത ഒരു പാവയുണ്ട്, അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ചേട്ടനായിരിക്കും, അല്ലെങ്കിൽ ചേട്ടൻ പാവം കൈമാറിയ ഒരാളായിരിക്കും, അങ്ങനെ ഇരിക്കും കേട്ടോ. സൈക്കോ ആരാണെന്നൊന്നും അറിയില്ല, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് എപ്പിസോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ സീരീസ് നിങ്ങൾക്ക് ഫുള്ള് ടെലിഗ്രാമിൽ വേണമെന്നുണ്ടെങ്കിലും താഴത്ത് കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് ലിങ്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പ്രശ്നമില്ല, ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി നാളെ.